പ്രധാനപ്പെട്ട ഒരു ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ 5ലും 6ലും ഉള്ള കുട്ടികൾക്ക് ഈ ഒരു പുതിയ അധ്യയന വർഷം മുതൽ വാർഷിക പരീക്ഷയിൽ 30% മാർക്ക് നേടിയില്ലെങ്കിൽ അടുത്തൊരു ക്ലാസ്സിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. ആ 30% മാർക്ക് നേടാത്തവർക്ക് ഒരു പുനഃപരീക്ഷ റീടെസ്റ്റ് ഉണ്ടാകും. അതിലെങ്കിലും എന്ത് ചെയ്യണം മക്കളെ? 30% മാർക്ക് അല്ലെങ്കിൽ 30% തുല്യമായിട്ടുള്ള ഗ്രേഡ് നിങ്ങൾ കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല, എന്തായാലും തോൽപ്പിക്കും. അപ്പോൾ നമ്മൾ ഇത്ര കാലം നമ്മൾ പഠിച്ചതുപോലെയല്ല. ഇത്ര കാലം നമുക്ക് എന്ത് പഠിച്ച് എക്സാം എഴുതിയാലും എന്തായാലും ഓൾ പാസ് അല്ലെങ്കിൽ എല്ലാവരെയും പാസ്സാക്കി വിടും, ജയിപ്പിച്ച് വിടും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ഇനി മുതൽ അങ്ങനെയല്ല. അങ്ങനെ ഒരു കോൺഫിഡൻസിൽ ഉണ്ടായിരുന്ന കുട്ടികളെയാണ് 8ാം ക്ലാസ്സിൽ കൂട്ടത്തൊല്ലി അല്ലേ, ആ ഒരു വാർത്ത നമ്മൾ കേട്ടില്ലേ? അപ്പോൾ അതേപോലെ ഒരു ന്യൂസ് 6ാം ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു ലിസ്റ്റിൽ നമ്മുടെ പേര് ഉൾപ്പെടുക എന്ന് പറയുന്നത് വളരെ സങ്കടമുള്ള ഒരു കാര്യമല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ ഒന്നാമത് ടെൻഷൻ അടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പുതിയ സിലബസ് ആണ്. മുൻ വർഷത്തെ ചോദ്യപേപ്പറോ ഒരു കാര്യങ്ങളും നമുക്ക് സപ്പോർട്ടിനില്ല. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഇതുപോലൊരു വാർത്ത കൂടി വന്നു കഴിയുമ്പോൾ നമ്മുടെ ടെൻഷൻ ഒന്നാമത് കൂടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഏപ്രിൽ മാസം കഴിയാനായി, മെയ് മാസം എന്ന് പറഞ്ഞ് തീരും. അപ്പോൾ നമ്മുടെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എക്സാമുകളെല്ലാം കറക്റ്റ് സമയത്ത് നടക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ആനുവൽ എക്സാമിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തും. അപ്പോൾ ആ ഒരു എക്സാം വരുമ്പോൾ നമ്മൾ നേരത്തെ എന്ത് ചെയ്യണം മക്കളെ? പ്രിപ്പയർ ആയിരിക്കണം. ഇതുപോലൊരു തോൽവി ആ ഒരു സാധ്യത മുന്നിൽ കണ്ടു തന്നെ നമ്മൾ പഠിക്കണം. എക്സാമിന്റെ സമയത്ത് മാത്രം പഠിച്ചതുകൊണ്ട് ഇനി നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് ജയിച്ചു പോകണമെന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കുക, അല്ലെങ്കിൽ ബേസിക്സ് ഒക്കെ നമുക്ക് മിസ്സായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു സമയം, ഈ ഒരു വെക്കേഷൻ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബേസ്, നമ്മുടെ അടിത്തറ ഒന്ന് സ്ട്രോങ് ആക്കാം. അപ്പോൾ നമുക്ക് പുതിയ ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സിലബസ് മാറിയാലോ അല്ലെങ്കിൽ എക്സാമിന്റെ പാറ്റേൺ മാറിയാലോ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം മാറിയാലും നമ്മൾ ഇതൊന്നും എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം 5ാം ക്ലാസ്സിന്റെ പുതിയ സിലബസ് വന്നു, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. ആ ഒരു അവസ്ഥയിൽ നമ്മൾ കൃത്യമായ പ്ലാനോട് കൂടി പഠിച്ചു നല്ല രീതിയിൽ എക്സാം എഴുതി. അപ്പോൾ എക്സാം വിന്നറാണ് നിങ്ങളുടെ ചോയ്സ്. ഇല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 28 തിങ്കളാഴ്ച മുതൽ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ വിഷയങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യിച്ച് നിങ്ങളുടെ ആ ഒരു ഡിഫിക്കൽട്ടി എല്ലാം മാറ്റി തരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ പുതിയ സിലബസ് വന്നു കഴിഞ്ഞാലും എങ്ങനെ വന്നാലും ഒരു പ്രശ്നം നമ്മളെ ബാധിക്കില്ല. നമ്മുടെ യുവ ബാച്ചിൽ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൻ്റെയും ലൈവ് ക്ലാസ്സുകളുണ്ട്. കൃത്യമായിട്ട് പാർട്ടായിട്ട് നിങ്ങളെ ആ ചാപ്റ്റർ കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകളിലൂടെ പഠിപ്പിക്കും. PDF ക്ലാസ് നോട്ടുകളും ഓരോ ചാപ്റ്ററിനും അതിൻ്റെതായിട്ടുള്ള വർക്ക് ഷീറ്റ്സ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് മക്കൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായി പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചാപ്റ്റർ വൈസ് എക്സാംസും അവസാനം നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് മോഡൽ എക്സാമുകൾ നമ്മൾ നടത്തും. അപ്പോൾ ആ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്താണ്, ആ ഒരു ടൈം മാനേജ്മെൻറ്റ്, ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ആ എക്സാം എഴുതാനെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കും. അതിനുള്ള പരിശീലനം എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് മെയ് 14th നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾക്ക് ബാച്ചിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും മിസ്സാക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ഫീ എന്ന് പറയുന്നത് മക്കളെ ഇപ്പോൾ ഒരു ഓഫർ പ്രൈസ് ആണ്. 2499 ആണ് നമ്മുടെ ഫീ വരുന്നത്. അപ്പോൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ പ്രൈസ് ആയിട്ടുള്ള 3000ലേക്ക് മാറും. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടുള്ള പ്രോപ്പർ പ്ലാനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം? 6ാം ക്ലാസ് പഠിച്ചു തുടങ്ങാം.